വിക്ടേഴ്സിന്റെ 41ാമത്തെ ക്ലാസ് ചാപ്റ്റർ 5 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. ഒന്ന് മാഗ്നറ്റിസത്തിന്റെ കുറേ ജനറൽ പ്രോപ്പർട്ടീസ്, രണ്ടാമത്തത് എർത്ത് ആസ് എ മാഗ്നറ്റ്, എർത്തിലെ ഓരോ പ്ലേസിലെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് അറിയണമെങ്കിൽ 3 ടേംസിനെ പറ്റി നമുക്ക് അറിയണം. ഡിക്ലിനേഷൻ, ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ 3 ടേമുകളെയും പറ്റി നമ്മൾ വിശദമായി കണ്ടു കഴിഞ്ഞതാണ്. അടുത്തത്, അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റൈസിങ് ഫീൽഡ്, കൈ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്നീ വാക്കുകളൊക്കെ നമ്മൾ ആ ഭാഗത്ത് കണ്ടു കഴിഞ്ഞതാണ്. അന്നേരം തന്നെ അവിടെ ഒരു സെന്റൻസ് ഉപയോഗിച്ചിരുന്നു, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്. അവർക്കൊക്കെ കൈയുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിന്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ ആ ക്ലാസ്സിൽ തന്നെ ഒരു വരി കണ്ടതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് വിശദമായി പഠിക്കാൻ പോകുന്നത്. മെറ്റീരിയൽസിനെ 3ആയി തരംതിരിക്കാം. ബ്രോഡ്ലി മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു, എന്തിന്റെ അടിസ്ഥാനത്തിൽ? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽസിനെ 3ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ് 3? According to magnetic properties, materials can be classified to diamagnetic, paramagnetic and ferromagnetic. ഈ 3 പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 എണ്ണത്തിൻ്റെയും പ്രോപ്പർട്ടീസ്, ഒരു 5-6 പ്രോപ്പർട്ടീസ് നമ്മൾ ഓരോ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസിനും പഠിക്കും, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിനും പഠിക്കും, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിനും പഠിക്കും. ആ പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്തു വെക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടതാണ്, ഞാൻ പറഞ്ഞല്ലോ. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് നെഗറ്റീവ് ആണെന്നും, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് കൈ പോസിറ്റീവ് ആണെങ്കിലും ചെറിയ വാല്യൂ ആണെന്നും, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് കൈ പോസിറ്റീവുമാണ്, വളരെ വലിയ വാല്യൂവുമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെന്റൻസ് പറയുകയുണ്ടായി. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി പറയാൻ പോകുന്നത്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എന്താണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഇത്തരം സബ്സ്റ്റൻസുകൾക്ക്, അല്ലെങ്കിൽ ഇത്തരം സബ്സ്റ്റൻസുകൾ ഒരു ചെറിയ റിപ്പൽഷൻ കാണിക്കും ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന്. ഓർക്കണം, അട്രാക്ഷൻ അല്ല, റിപ്പൽഷൻ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് റിപ്പൽ ചെയ്യും, ചെറുതായിട്ട്. എ വെരി വീക്ക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാകും. അത്തരം സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഓർത്തു വെക്കണം, കുറച്ചെണ്ണമെങ്കിലും. ആന്റിമണി, ബിസ്മത്ത്, ഗോൾഡ്, കോപ്പർ. പിന്നെ കോപ്പറൊക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ വിചാരിക്കും കോപ്പർ, അയൺ ഒക്കെ എന്താണെന്ന്, പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ കോപ്പർ കണ്ടോ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ലെഡ്, ക്വാർട്സ്, മെർക്കുറി, വാട്ടർ, ആൽക്കഹോൾ, സോഡിയം ക്ലോറൈഡ്. ഓർത്ത് വെക്കണം കേട്ടോ ആ ടേം, സോഡിയം ക്ലോറൈഡ്. എയർ, ഹൈഡ്രജൻ ഒക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഈ എക്സാമ്പിൾ ഒന്ന് നന്നായി ഓർത്ത് വെക്കുന്നത് നന്നാവും. കാരണം ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമ്പിൾ ആണ് തന്നതെങ്കിൽ അത് എന്ത് സബ്സ്റ്റൻസ് ആണെന്ന് തിരിച്ചറിയാൻ കഴിയണമല്ലോ. ഇനി എന്തൊക്കെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ മെയിൻ പ്രോപ്പർട്ടി? ഒന്നാമത്തെ പ്രോപ്പർട്ടി അതിന്റെ ഡെഫിനേഷൻ തന്നെയാണ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവർ ചെറുതായിട്ട് റിപ്പൽ ചെയ്യും. ഷോസ് എ വീക്ക് റിപ്പൽസീവ് ഫോഴ്സ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തത് യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ ഒന്നാമത് പറഞ്ഞത്. നോൺ യൂണിഫോം ഫീൽഡിലും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കാന്ന് വിചാരിക്കുക. എന്താണ് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ? നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരേപോലെ, നമ്മളെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ ഈക്വൽ ആൻഡ് പാരലൽ, ഈക്വി ഡിസ്റ്റന്റ് ആയിട്ട് വരയ്ക്കുന്ന വരകളൊക്കെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെയാണ് കാണിക്കുന്നത്. നോൺ യൂണിഫോം ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റീജിയനിൽ പല സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡിന് പല വാല്യൂ ആണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ, എന്നിട്ട് നമ്മളൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ, എക്സ്റ്റേണൽ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇടുകയാണെങ്കിൽ ആ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നീങ്ങും. എവിടെ നിന്ന് എങ്ങോട്ടാണ് നീങ്ങുക? വെറുതെ ഫ്രീ ആയിട്ട് അവരെ വിടുകയാണെങ്കിൽ അവർ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നീങ്ങാൻ തുടങ്ങും. എവിടെ നിന്ന് എങ്ങോട്ടാണ് നീങ്ങുക? റിപ്പൽഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്ന് വീക്കർ ഫീൽഡിലേക്ക് റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാനായിരിക്കും അതിന് കൂടുതൽ സൗകര്യം, അല്ലേ? കാരണം കൂടിയ സ്ട്രോങ്ങർ ഫീൽഡിൽ ഭയങ്കര റിപ്പൽഷൻ ആയിരിക്കും, വീക്കർ ഫീൽഡിൽ ചെറിയ റിപ്പൽഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഒരു നോൺ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെറുതെ ഇട്ടാൽ
അത് നീങ്ങിപ്പോയി എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് കുറവുള്ളത് അവിടേക്ക് വന്ന് നിൽക്കാനാണ്. നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ നമുക്കത് അറിയാം. അതാണ് ഇത് എഴുതിയിട്ടുള്ളത്. എന്താണ്? ഇറ്റ് മൂവ്സ് ഫ്രം സ്ട്രോങ്ങർ ഫീൽഡ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ അത്. സ്ട്രോങ്ങർ ഫീൽഡ് ടു വീക്കർ ഫീൽഡ്. അടുത്ത പ്രോപ്പർട്ടി എന്താ? നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഇത് റിപ്പല്ല് ചെയ്യുന്നു, വളരെ ചെറുതായി റിപ്പല്ല് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കംപ്ലീറ്റ്ലി എക്സ്പെൽഡ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. ഈ നടുവിലുള്ള ചെറിയ സാധനമാണെന്ത്? നമ്മൾ ആ പറയുന്ന ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പീസ്. അപ്പോൾ ഇത് റിപ്പല്ല് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ എന്ത് ചെയ്യണം? അതിന്റെ പുറത്തു കൂടി പോകണം. അകത്തൂടെ വളരെ വീക്കല്ലേ റിപ്പൽഷൻ ആണുള്ളത്. അപ്പോൾ വളരെ ചെറിയ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് അകത്തൂടെ പോകുമെങ്കിലും മെജോറിറ്റി നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്താണ് ചെയ്യുക? എക്സ്പെൽ ചെയ്യും. ആ വസ്തുവിന്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ വസ്തു അനുവദിക്കില്ല. അപ്പൊ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറത്തുകൂടിയാണ്, ആ വസ്തുവിന്റെ പുറത്തുകൂടിയാണ് പോവുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് വളരെ നന്നായി സ്പഷ്ടമായി ക്ലിയറായി കാണുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സിലാണ്. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? മോസ്റ്റ് എക്സോട്ടിക് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. എന്ന് വെച്ചാൽ എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻഡ് എന്നാണ് അർത്ഥം. അന്യമായ അല്ലെങ്കിൽ ഏറ്റവും അറ്റത്തുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഏറ്റവും നല്ല ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ എക്സാമ്പിൾ ആണ് ആര്? സൂപ്പർ കണ്ടക്ടേഴ്സ്. ഈ കാര്യത്തിൽ മുഴുവൻ ഫീൽഡ് ലൈൻസിനെയും മുഴുവൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും സൂപ്പർ കണ്ടക്ടേഴ്സ് എക്സ്പെൽ ചെയ്ത് കളയും. എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. ചില മെറ്റലുകൾ നമ്മൾ വളരെ ചെറിയ ടെമ്പറേച്ചറിലേക്ക്, വെരി വെരി ലോ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ റെസിസ്റ്റിവിറ്റി 0 ആയിട്ട് മാറും. ഇപ്പൊ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് ഈ മേഖലയിലാണ്. നമുക്കറിയാം, നമ്മളെ ലൈൻസ്, ഇലക്ട്രിക് ലൈൻസിലൂടെ, കറണ്ട് കമ്പികളിലൂടെ കടത്തിവിടുമ്പോൾ ഒരുപാട് എനർജി ഹീറ്റായിട്ട് ലൂസ് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. കാരണം എന്താണ്? ആ കമ്പികൾക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതിനെ മറികടന്ന് വേണം ഈ കറണ്ടിന് ഒഴുകാൻ. ആ മറികടക്കലാണ് എന്തായിട്ട് നഷ്ടമാവുന്നത്? ഹീറ്റായിട്ട് നഷ്ടമാവുന്നത്. അപ്പൊ സൂപ്പർ കണ്ടക്ടർ പോലെ ഒരു മെറ്റീരിയൽ കൊണ്ട് ഇത്തരം ഇലക്ട്രിക് കമ്പികൾ ഉണ്ടാക്കാൻ പറ്റിയാൽ ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ എനർജി ഒരു പോയിന്റിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനാവും? കണ്ടക്ട് ചെയ്യാനാകും. ഒരു 2-3 കൊല്ലം മുൻപ് നോബൽ സമ്മാനം ഫിസിക്സിൽ കിട്ടിയിരുന്നത് ഇത്തരം സൂപ്പർ കണ്ടക്ടറിന്റെ ഒരു കണ്ടുപിടുത്തം. അതായത് ഇപ്പോ നിലവിൽ സൂപ്പർ കണ്ടക്ടർ കണ്ടോ, കൂൾഡ് ടു വെരി ലോ ടെമ്പറേച്ചർ, വളരെ ചെറിയ ടെമ്പറേച്ചറിലേക്ക് അതിനെ താഴ്ത്തണം. നമ്മളെ റൂം ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടറായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു ലോഹ സങ്കരം, ഒരു ലോഹവും അങ്ങനെ ഇല്ല. അപ്പൊ ഇനി കുറെ ലോഹങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ലോഹ സങ്കരം, അലോയ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടർ ആയി കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് കമ്പികൾ ഉണ്ടാക്കാം. അപ്പം തീരെ നഷ്ടം, ഹീറ്റ് എനർജി ലോസ് ഇല്ലാതെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. അതിലാണ് ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എന്താണ് സംഭവിക്കുക? സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ, നിലവിൽ സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ കുറച്ച് കഴിഞ്ഞാൽ ചില മെറ്റൽസ് പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി കാണിക്കും. അതായത് റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതേസമയം തന്നെ അവർ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കാണിക്കും. എന്ന് വെച്ചാൽ എന്താ? ആ ടെമ്പറേച്ചറിൽ ആ മെറ്റലിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇട്ടാൽ മുഴുവൻ ഫീൽഡ് ലൈൻസും എക്സ്പെല്ല് ചെയ്യും. പുറത്തൂടെ മാത്രമേ ഒഴുകൂ, സബ്സ്റ്റൻസിലൂടെ ഒഴുകില്ല. ദാറ്റ് ഈസ് വൈ ഫീൽഡ് ലൈൻസ് ആർ കംപ്ലീറ്റ്ലി എക്സ്പെൽഡ്. അല്ലെങ്കിൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി -1 ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി 0 ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് chi equal to -1 ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി μr is equal to 0 ആണ്. ഈ ഫിനോമിനൺ ഓഫ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം എക്സിബിറ്റഡ് ബൈ സൂപ്പർ കണ്ടക്ടേഴ്സ്, അതായത് ആ ടെമ്പറേച്ചറിൽ ഒരു സൂപ്പർ കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇടുമ്പോൾ മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും എക്സ്പെല്ല് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയെ ആണ് നമ്മൾ മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുക. ഈ വാക്കൊന്ന് ഓർത്തു വെക്കണം, മീസ്നർ ഇഫക്റ്റ്. ഇപ്പൊ എന്താണ് മീസ്നർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ദ പ്രോപ്പർട്ടി എക്സിബിറ്റഡ് ബൈ സൂപ്പർ കണ്ടക്ടേഴ്സ്, അതായത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം എക്സിബിറ്റഡ് ബൈ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഫിനോമിനൺ ഓഫ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? When they are kept in an external magnetic field, complete magnetic field lines are expelled. അതിനെയാണ് നമ്മൾ
പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം എന്ന് വിളിക്കുക. സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്ന അത്തരം പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസത്തിനെയാണ് നമ്മൾ മീസ്നർ ഇഫക്റ്റ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ നേരത്തെ കണ്ടു സൂപ്പർ കണ്ടക്ടേഴ്സിന് കൈ നെഗറ്റീവ് ആണ്, μr 0 ആണ്. സാധാരണ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സൂപ്പർ കണ്ടക്ടർ അല്ലാത്ത സാധാരണത്തെ ഡയാമാഗ്നറ്റിക് നമ്മൾ കുറെ എക്സാമ്പിൾ കണ്ടില്ലേ, അതിലുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കൈ വളരെ ചെറുതായിരിക്കും. കൈയുടെ വാല്യൂ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ അതെന്താണ്, m പ്രപ്പോർഷണൽ ടു h അല്ലെ. മാഗ്നറ്റൈസേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു മാഗ്നറ്റൈസിങ് ഫീൽഡ്. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, m ഈക്വൽ ടു കൈ h. കൈ ആണ് എന്ത്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അത് വളരെ ചെറുതാണ്, നെഗറ്റീവുമാണ് ഡയാമാഗ്നറ്റിസത്തിന്. റിലേറ്റീവ് പെർമിയബിലിറ്റി μr ലെസ് ദാൻ 1 ആണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നമ്മൾ കുറെ എക്സാമ്പിൾ കണ്ടവർക്ക് μr എന്താണ്, ലെസ് ദാൻ നെഗറ്റീവ് ആണ്. അപ്പൊ കൈയും നെഗറ്റീവ് ആണ്, μr നെഗറ്റീവ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സിനാണ് കൈ നെഗറ്റീവ് 1ഉം μr 0യും. സാധാരണ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് കൈയും നെഗറ്റീവ് ആണ്, μr നെഗറ്റീവ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ കാണും എന്താണ് ക്യൂറി ലോ എന്നുള്ളത്. ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. എല്ലാ ടെമ്പറേച്ചറിലും നമ്മൾ നേരത്തെ കണ്ടു കൂൾഡ് ടു വെരി ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡയാമാഗ്നറ്റിസത്തിൽ തന്നെയുള്ള സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ ഡയാമാഗ്നറ്റിക് നമ്മൾ ആ എക്സാമ്പിൾ പറഞ്ഞ ഒരുപാട് വസ്തുക്കളെ എടുത്താൽ അവരുടെ ഈ പ്രോപ്പർട്ടികൾ, ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് ടെമ്പറേച്ചറിന് മുകളിൽ ഒരു ഡിപ്പെൻഡൻസും ഇല്ല. ടെമ്പറേച്ചർ കൂട്ടിയാലും കുറഞ്ഞാലും ഒന്നും. സാധാരണത്തെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് തന്നെയാണ്, ഇറ്റ് ഷോസ് എ വീക്ക് റിപ്പൽഷൻ ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു ക്യൂറി ലോ ഒബേ ചെയ്യുന്നില്ല. എന്താണ് ക്യൂറി ലോ എന്നുള്ളത് നമ്മൾ അടുത്ത സെക്ഷനിൽ കാണും. ഇനി ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെറുതെ ഒരു കോമ്പസ് നീഡിൽ നോക്കിയിട്ടാൽ നമുക്കറിയാം അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയാണ് അങ്ങനെ തൂക്കിയിടുന്നതെങ്കിൽ റിപ്പൽഷൻ ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഡയറക്ഷനിൽ അത് അലൈൻ ചെയ്യില്ല. പിന്നെ എന്ത് ചെയ്യും, ആ ഡയറക്ഷൻ, ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് റെസ്റ്റിൽ പോയി നിൽക്കുക. വെറുതെ തൂക്കിയിട്ടാൽ കണ്ടോ, ഇറ്റ് കംസ് ടു റെസ്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കണം. മൂന്ന് പ്രോപ്പർട്ടീസും കമ്പയർ ചെയ്ത് പഠിക്കുകയാണല്ലോ ഇപ്പം. 3 എണ്ണത്തിനെ 3 ടാബുലർ കോളത്തിൽ എഴുതുക. എന്നിട്ട് ഓരോ പ്രോപ്പർട്ടീസും കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് കുറച്ചുകൂടി എളുപ്പം. അടുത്ത പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഡയാമാഗ്നറ്റിക് നമ്മൾ കണ്ടു, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചെറിയ റിപ്പൽഷൻ ഉണ്ടാവും, എ വീക്ക് റിപ്പൽഷൻ ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായിരിക്കും, വെരി വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഡയാമാഗ്നറ്റിക്സിൽ നിന്ന് പാരയിലേക്ക് പോകുമ്പോൾ റിപ്പൽഷൻ എന്തായിട്ട് മാറി, ചെറിയൊരു അട്രാക്ഷൻ ആയിട്ട് മാറി ടുവേർഡ്സ് എ മാഗ്നറ്റ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചെറിയ അട്രാക്ഷൻ, ആ ഫീൽഡിനോട് ഒരു ചെറിയ അട്രാക്ഷൻ ഉള്ള, വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള വസ്തുക്കളെ, സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ അലൂമിനിയം, സോഡിയം, കോപ്പർ ക്ലോറൈഡ്, ലിക്വിഡ് ഓക്സിജൻ, കാൽസ്യം, ക്രോമിയം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീക്ക് അട്രാക്ഷൻ കാണിക്കുന്നത് എന്ന് വെച്ചാൽ അതിലുള്ള ഓരോ ആറ്റത്തിനും, ഇൻഡിവിജ്വൽ ആറ്റത്തിനോ അല്ലെങ്കിൽ മോളിക്യൂൾസിനോ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ അട്രാക്ഷൻ കാണിക്കുന്നത്. അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാണ് മോളിക്യൂൾസിന് ചെറിയൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നത്. പ്രോപ്പർട്ടീസ്, ഒന്നാമത്തെ എന്താണ്, ഡെഫിനിഷൻ തന്നെ, ഇറ്റ് എക്സ്പീരിയൻസ് എ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ്. രണ്ടാമത്തെ എന്താണ്, ഡയാമാഗ്നറ്റിക്കിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അത് സ്ട്രോങ്ങർ റീജിയനിൽ നിന്നും വീക്കർ റീജിയനിലേക്കാണ് നീങ്ങുക. കാരണം റിപ്പൽഷൻ അല്ലേ. ഇവിടെ എന്താണ്, പാരാമാഗ്നറ്റിക് അട്രാക്ഷൻ ആണ്. അപ്പോൾ അത് എവിടെ നിന്ന് എങ്ങോട്ട് നീങ്ങും, ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അട്രാക്ഷൻ ആണല്ലോ, അതുകൊണ്ട് വീക്കർ ഫീൽഡിൽ നിന്നും സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് നീങ്ങും. വെറുതെ തൂക്കിയിട്ടാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡഡ് ഫ്രീലി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെറുതെ തൂക്കിയിട്ടാൽ അത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെ അലൈൻ ചെയ്യും. കാരണം അട്രാക്ഷൻ ആണല്ലോ. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ അതും അലൈൻ ചെയ്യും. നേരത്തെ കൈ സ്മോൾ ആൻഡ് നെഗറ്റീവ് ആൻഡ് സ്മോൾ എന്നായിരുന്നു. ഇവിടെ കൈ സ്മോൾ തന്നെയാണ്, പക്ഷെ എന്താണ്, പോസിറ്റീവ് ആണ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി നേരത്തെ നെഗറ്റീവ് ആയിരുന്നു, ഇവിടെ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്.
ഈ ചിത്രം, നേരത്തെ ചിത്രം ഒന്ന് ഓർത്ത് വെക്കണം, മീസ്നർ ഇഫക്റ്റിന്റെ ചിത്രം ഒന്ന് ഓർത്ത് വെക്കണം. എല്ലാവരും പുറത്തൂടെ ആയിരുന്നു പോയിരുന്നത്. ഓൾ ദി മാഗ്നറ്റിക് ലൈൻസ് ആർ എക്സ്പെൽഡ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവരെ സ്ലൈറ്റ് ആയിട്ട് അകത്തേക്ക് അട്രാക്ട് ചെയ്യും. കണ്ടോ, അറ്റത്തുള്ള ആൾക്കൊക്കെ ഒരു ചെറിയ വളവുണ്ട്. നടുവിലുള്ളത് സ്ട്രെയിറ്റ്ലി പോകുമ്പോൾ അറ്റത്തുള്ള ആൾക്കൊക്കെ ചെറിയൊരു വളവുണ്ട്. ചെറിയൊരു വളവുണ്ട്. ഫീൽഡ് ലൈൻസ് ഗെറ്റ് കോൺസെൻട്രേറ്റഡ് ഇൻസൈഡ് ദി മെറ്റീരിയൽ ആൻഡ് ദ ഫീൽഡ് ഇൻസൈഡ് ഈസ് എൻഹാൻസ്ഡ്. അകത്തുള്ള ഫീൽഡ് കൂടുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കൂടലാണ്. കണ്ടോ, 1 × 10⁵ ടൈംസിൽ ഒരു പാർട്ടേ കൂടുന്നുള്ളൂ, അത്രേ കൂടുന്നുള്ളൂ. അപ്പൊ അത്ര ചെറിയൊരു വളവേ ഉണ്ടാവുള്ളൂ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്. ഇനി ഇവിടെ ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. നേരത്തെ ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഇല്ല എന്നാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. മാഗ്നറ്റൈസേഷൻ ഓഫ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. M is proportional to B0 by T. ഇക്വേഷൻ ഓർത്ത് വെക്കണം. M is proportional to B0 by T. നമ്മൾ എമ്മിനും B0 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ M = χh എന്ന ഇക്വേഷൻ കണ്ടതാണ്. B0 = μ0h എന്ന ഇക്വേഷൻ നമുക്കറിയാം. രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. χh proportional to μ0h by T. hh ക്യാൻസൽ ചെയ്യും. chi proportional to μ0 by T. പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് C കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ കോൺസ്റ്റന്റ് സി എ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യൂറീസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. ഇത്തരത്തിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റൈസേഷൻ ഇസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന നിയമത്തെയാണ് നമ്മൾ ക്യൂറീസ് ലോ എന്ന് വിളിക്കുക. ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ്. എന്താണ് ക്യൂറീസ് ലോ? ദി മാഗ്നറ്റൈസേഷൻ ഓഫ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റൈസേഷൻ കുറയും. അതിനെയാണ് നമ്മൾ ക്യൂറീസ് ലോ എന്ന് പറയുന്നത്. ഇനി പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് കൈയും മ്യൂആറും. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു, കൈ പോസിറ്റീവാണ്, ചെറുതാണ്, സ്മോൾ ആണ്, പോസിറ്റീവാണ്. മ്യൂആർ ഇസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ വാല്യൂ മെറ്റീരിയലിന്റെ മുകളിൽ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, പിന്നെ ആരെ മുകളിലും കൂടി ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിന് മുകളിലും കൂടി ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇത് ഓർത്ത് വെക്കാൻ ഉറപ്പുണ്ട്. ഫെറോ എന്നുള്ളത് നമ്മൾ സാധാരണ അയേണുമായി, ഫെറസ്, ഫെറിക് എന്നൊക്കെ പറഞ്ഞ് അയേണുമായി ബന്ധപ്പെട്ട് പറയുന്ന വാക്കാണ് ഫെറോ എന്നുള്ളത്. അയൺ നമുക്ക് ഉറപ്പായിട്ടും അറിയാം, നല്ലൊരു മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണ് അയൺ. അതുകൊണ്ട് തന്നെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത്തരം സബ്സ്റ്റൻസുകൾക്ക് they will experience a very strong force of attraction towards a magnet. അപ്പൊ ഡയക്ക് തീരെ വീക്ക് ഓഫ് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് ഉണ്ടാവുക. പാരാമാഗ്നറ്റിക്സിന് വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് വെരി സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ് ആണ് ഉണ്ടാവുക. എക്സാമ്പിൾ അയൺ, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ. നമ്മൾ സാധാരണയായിട്ട് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവരൊക്കെ. അയൺ, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ എക്സെട്ര. അപ്പോ എന്തായിരിക്കും ഇതിന്റെ കാരണം? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഇൻഡിവിജ്വൽ ആറ്റത്തിന് ഹാവ് പെർമനന്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്സ് ജസ്റ്റ് ലൈക്ക് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. പക്ഷെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ അവർ റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ അവര് റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യും. അടുത്തടുത്തുള്ള ആറ്റങ്ങളൊക്കെ ഒരേ ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുക. This alignment extends over small regions called domains. പാരാമാഗ്നറ്റിസത്തിൽ ഇൻഡിവിജ്വൽ ആറ്റത്തിനോ അല്ലെങ്കിൽ മോളിക്യൂളിനോ പെർമനന്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുമെങ്കിലും പല ഡയറക്ഷനിലായിട്ടാണ് അവരെല്ലാം അലൈൻ ചെയ്യുക. അതുകൊണ്ടാണ് വളരെ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയി മാറിയത്. ഇവിടെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയി മാറാൻ കാരണം അടുത്തടുത്തുള്ള ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അപ്പോൾ അവരിങ്ങനെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. ഇത്തരത്തിലുള്ള ക്ലസ്റ്ററിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ ഡൊമെയിനിനും ഓരോ മാഗ്നറ്റൈസേഷൻ, നെറ്റ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാകും. പക്ഷെ ഡിഫറെന്റ് ഡൊമെയിൻസിന് ഡിഫറെന്റ് ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റൈസേഷന് ഉണ്ടാവുക. ഇവരെ പിടിച്ചൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇടുമ്പോൾ ഈ ഡൊമെയിനുകളൊക്കെ ഒരേ ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്യും. അതായത് ഡൊമെയിൻസ് ഗെറ്റ് അലൈൻഡ് ആൻഡ് ഗ്രോ ഇൻ ദ സൈസ്. അടുത്തടുത്തുള്ള ഡൊമെയിനുകളൊക്കെ ഒരേ ഡയറക്ഷനിലേക്ക് വരികയും ആ ഡൊമെയിൻ്റെ വലുപ്പം കൂടിക്കൂടി ഒരേ ഡയറക്ഷനിലുള്ള ഡൊമെയിൻ്റെ വലുപ്പം കൂടിക്കൂടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവർ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുകയും
അതിനകത്തൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗെറ്റ്സ് ഹൈലി കോൺസെൻട്രേറ്റഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. കണ്ടോ, നേരത്തെ ഉള്ളതിനെ പോലെയല്ല, നല്ല വളവുണ്ട്. നേരത്തെ ഉള്ള ലൈനുകൾക്ക് ചെറിയൊരു വളവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫെറോ മാഗ്നറ്റിക് വരുമ്പോഴേക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് നല്ല വളവോടുകൂടി നടുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതാണ് ആ ചിത്രം. കണ്ടോ, ആദ്യം ഡൊമെയിൻസ്, ഒറ്റ മോളിക്യൂളിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. കണ്ടോ, ഓരോ ചിത്രത്തിൽ ഓരോരോ കഷ്ണങ്ങൾ ഒക്കെ പ്രത്യേക ഡയറക്ഷനിൽ, വ്യത്യസ്ത ഡയറക്ഷനിലാണെങ്കിലും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇടുമ്പോൾ അത്തരം ഡൊമെയിനുകളൊക്കെ ഒരേ ഡയറക്ഷനിലേക്ക് പോകും. കണ്ടോ, അപ്പൊ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഹൈ ആയിരിക്കും. ഇനി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും ചില വസ്തുക്കളിൽ മാഗ്നറ്റൈസേഷൻ കണ്ടിന്യൂ ചെയ്യും. സ്റ്റീല്, അൽനിക്കോ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ഹാർഡ് ഫെറോ മാഗ്നറ്റ്സ് എന്ന് വിളിക്കുക. അവരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുക. സോഫ്റ്റ് അയൺ പോലെയുള്ള വസ്തുക്കളിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താൽ അതിന്റെ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകും. അവയാണ് നമ്മൾ സോഫ്റ്റ് ഫെറോ മാഗ്നറ്റ്സ് എന്ന് വിളിക്കുക. അവയെ നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അപ്പോൾ ഫെറോ മാഗ്നറ്റിനെ രണ്ടാക്കി തരംതിരിക്കാം: പെർമനന്റ് ഫെറോ മാഗ്നറ്റ് ആൻഡ് ടെമ്പററി ഫെറോ മാഗ്നറ്റ്. പെർമനന്റ് ഫെറോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നീക്കിയാലും മാഗ്നറ്റൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ കണ്ടിന്യൂ ചെയ്യും. സ്റ്റീല്, അൽനിക്കോ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കും. സോഫ്റ്റ് ഫെറോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നീക്കിയാൽ ആ വസ്തുക്കളുടെ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകും. സോഫ്റ്റ് അയൺ അതിനൊരു എക്സാമ്പിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് അയൺ ഉപയോഗിച്ച് ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. മെയിൻ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ഒന്നാമത്തത് അതിന്റെ ഡെഫിനേഷൻ തന്നെ, ഇറ്റ് എക്സ്പീരിയൻസ് എ വെരി സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ടുവേർഡ്സ് എ മാഗ്നറ്റ്. ഇനി നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇട്ടാലോ ഉറപ്പായും അത് വീക്കർ സെക്ഷനിൽ നിന്ന് ഹയർ സെക്ഷൻ റീജിയൻ, ഹയർ സ്ട്രോങ്ങർ ഫീൽഡ് ഉള്ള റീജിയനിലേക്ക് നീങ്ങും. വെറുതെ തൂക്കിയിട്ടാലോ, സസ്പെൻഡഡ് ഫ്രീലി ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് അലൈൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. കൈ പോസിറ്റീവ് ആണ്, വളരെ ഹൈ ആണ്. മ്യൂ ആർ വളരെ ഹൈ ആണ്. ഇവിടെയും ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൂടി പോയാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ പാരാമാഗ്നറ്റിക് തന്നെ പറഞ്ഞിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. റൈസിംഗ് ദ ടെമ്പറേച്ചർ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞു വരും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ആ പോയിന്റിനെയാണ് നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്യൂറി പോയിന്റ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. On rising the temperature, ferromagnetic properties decreases and above a certain temperature, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി വാനിഷ് ചെയ്യും. എന്നിട്ട് അത് എന്തായിട്ട് മാറും? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂറി പോയിന്റ് അല്ലെങ്കിൽ ക്യൂറി ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ടി ആണെന്നും ക്യൂറി ടെമ്പറേച്ചർ ടി സി ആണെങ്കിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ നേരത്തെ നമ്മൾ കൈ ഈസ് ഈക്വൽ ടു സി ബൈ, നേരത്തെ നമ്മൾ എഴുതിയ റിലേഷൻ എന്തായിരുന്നു? കൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു മ്യൂ സീറോ ബൈ ടി. പാരാമാഗ്നറ്റിന്റെ കേസിൽ കൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു മ്യൂ സീറോ ബൈ ടി. ഫെറോമാഗ്നറ്റിക്കിന്റെ കേസിൽ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? കൈ ഇസ് ഈക്വൽ ടു സി ബൈ ടി മൈനസ് ടി സി എന്നായിട്ട് മാറും. വേർ ടി ഇസ് ദി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ടി സി ഇസ് ദി ക്യൂറി ടെമ്പറേച്ചർ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ സെക്ഷൻ ആണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. നമ്മൾ ഇലാസ്റ്റിക് ഹിസ്റ്റെറിസിസ് കണ്ടതാണ്. ഒരു വസ്തുവിനെ നീട്ടി വലിക്കുന്നത് പോലെ അത് എന്ത് ചെയ്യില്ല, തിരിച്ചതിന്റെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് വരില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ആ വലിച്ചു നീട്ടുമ്പോഴുള്ള ഫെറ്റീഗിനെയാണ് നമ്മൾ അവിടെ ഇലാസ്റ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞത്. ഇവിടെ മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് ആണ്. എന്താണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ പോയിന്റ്, അതൊരു ഗ്രാഫാണ്, കേർവ് ആണ്. ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്? മാഗ്നറ്റൈസിങ്ങും ഫീൽഡും വസ്തുവിന്റെ മാഗ്നറ്റൈസേഷനും തമ്മിലുള്ള, അല്ലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഗ്രാഫാണ്, കേർവ് ആണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. ഇറ്റ് ഈസ് ദ കേർവ് ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. എച്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ബി എന്ന് പറയുന്നത് ആ ഫീൽഡ് കൊണ്ട് വസ്തുവിനുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ആണ്.
B is the magnetic field of the material and H is the external magnetic field applied. കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദ റിലേഷൻ മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ B ആൻഡ് H. സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. വെൻ എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഫെറോമാഗ്നറ്റിക് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഒരു സൈക്കിൾ ഓഫ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ അണ്ടർഗോ ചെയ്താൽ അത് കാണിക്കുന്ന കർവാണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. ആരൊക്കെ തമ്മിലുള്ള കർവ്? ബിയും എച്ചും തമ്മിലുള്ള. എച്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. ബി എന്ന് പറയുന്നത് വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അതുകൊണ്ടുണ്ടായ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി എന്താണ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കഷ്ണം സ്റ്റീലിനെ എടുക്കുന്നു, ഇപ്പൊ മാഗ്നറ്റിസം ചെയ്തിട്ടില്ല, പിന്നെ നമ്മൾ അതിന് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു, അതിങ്ങനെ മാഗ്നറ്റ് ആയി വരും. ഒരു പോയിന്റിൽ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് കഴിയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ സ്റ്റീലിന് സംഭവിക്കുന്ന മാറ്റം അങ്ങനെ സീറോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും സ്റ്റീലിനെ നമ്മൾ ഇങ്ങനെ മാഗ്നറ്റൈസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു മാക്സിമം മാഗ്നറ്റൈസേഷൻ ആക്കിയതിന് ശേഷം നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ കുറച്ച് കൊണ്ടുവന്ന് സീറോ ആക്കുന്നു. അതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കിയാൽ കാണാൻ കണ്ടോ, എച്ച് എക്സ് ആക്സിസിൽ, അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസിലും അതിന്റെ ഫലമായിട്ട് വസ്തുവിനുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എച്ച് ആദ്യം 0 ആയിരുന്നു. 0യിൽ നിന്ന് തുടങ്ങുമ്പോൾ കണ്ടോ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടി കൊണ്ടുവരുമ്പോൾ വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തു? കൂടി വന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി. പിന്നെന്ത് സംഭവിക്കും? അവിടെ നിന്ന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയ്ക്കുകയാണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയ്ക്കുകയാണ്. അപ്പോഴാണ് ഈ കൂടി വന്ന റേറ്റിലല്ല എന്ത് സംഭവിക്കുന്നത്? വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരണമല്ലോ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് കുറയണ്ടേ. അപ്പോൾ പക്ഷെ ആ കൂടിയ റേറ്റിലല്ല എന്ത് സംഭവിക്കുന്നത്? അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞ് വരുന്നത്. അതൊരു പുതിയ പാത്തിലൂടെയാണ് പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു പുതിയ പാത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൂട്ടി കൊണ്ടുവന്നു, പിന്നെ ഒരു പോയിന്റ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നു. 0 ആകുമ്പോൾ പോലും വസ്തുവിന് എന്തുണ്ടായിരുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതാണ് ഈ പോയിന്റ് 0B എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിന് നമ്മൾ ആ വാല്യൂവിനെ നമ്മൾ റീടെന്റിവിറ്റി ഓർ റെമനൻസ് എന്നാണ് പറയുക. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആക്കിയപ്പോൾ പോലും വസ്തുവിന് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ബാക്കി നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ, അതാണ് റെമനൻസ് എന്ന് പറഞ്ഞാൽ ബാക്കി അവശിഷ്ടം, ബാക്കിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ ഈ OB എന്ന് പറയുന്ന പോയിന്റിനെ അല്ലെങ്കിൽ ആ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് റീടെന്റിവിറ്റി ഓർ റെമനൻസ് എന്ന്. ഇനി എന്ത് ചെയ്തു? അപ്പോ ഓൾറെഡി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആക്കിയിട്ട് പോലും വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പോയില്ല. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മാഗ്നറ്റിക് ഫീൽഡ് വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കളയാൻ വേണ്ടി എച്ചിനെ നമ്മൾ നെഗറ്റീവ് ആക്കിയിട്ട് വീണ്ടും 0യിൽ നിന്ന് പിന്നെയും കുറയ്ക്കുകയാണ്. 0യിൽ നിന്ന് വീണ്ടും കുറയ്ക്കുകയാണ്. അപ്പോ വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വന്നു. ഒരു പോയിന്റിൽ എത്തുമ്പോൾ വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താവും? 0 ആവും. ഈ OC നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണിത്. നിങ്ങൾക്ക് മാഗ്നറ്റ്സ് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഡയറക്ഷനിൽ നമ്മൾ കൊടുത്തിരുന്ന മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടി വന്നു. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചു, 0 ആക്കി. അപ്പോഴും വസ്തുവിന് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി ഈ വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ 0 ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആദ്യം അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാണ്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. അതാണ് ഈ നെഗറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ വസ്തുവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. നമ്മൾ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കൊടുത്ത എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഡിസ്റ്റൻസ് OC എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെയാണ് കോഎർസിവിറ്റി എന്ന് വിളിക്കുക. അപ്പൊ ഈ ചിത്രം വരയ്ക്കാൻ പഠിക്കണം. ഒരു ലൂപ്പാണിത്. നമ്മൾ ഇലാസ്റ്റിക് ഹിസ്റ്റെറിസിസിനെ പോലെ തന്നെ ഒരു ലൂപ്പാണ്. ഇറ്റ് ഈസ് ദ കർവ് ബിറ്റ്വീൻ B ആൻഡ് H. ഏരിയ ഓഫ് ദ കർവ് എന്താണ്? ഈ ഏരിയ ഓഫ് ദി കർവ് തരിക ലോസ് ഓഫ് എനർജിയാണ്, അല്ലെ? കാരണം എന്താ? നമ്മൾ ഓൾറെഡി H കൂട്ടി കൊണ്ടുവന്നു, ബിയും കൂടി പോയി. H കുറച്ച് കൊണ്ടുവന്ന പോലെ B കുറഞ്ഞില്ല. H 0 ആയപ്പോൾ B 0 ആയില്ല. പിന്നെ നമ്മൾ Hനെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വന്നു. എന്തിന്? ബിനെ 0 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു എനർജി നഷ്ടമുണ്ട്.
ആ ലോസ് ഓഫ് എനർജി ആസ് ഹീറ്റ്, സാധാരണ ഇത് നമുക്കറിയാലോ, ആ ലോസ് ഓഫ് എനർജിയാണ് ഈ കർവിന്റെ ഏരിയ കാണിക്കുന്നത്. ദ ഏരിയ bound by the curve represents the loss of energy in one complete cycle of magnetization. ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവുണ്ടോ? ലാഗിങ് ഓഫ് എം എഫ്, ബി ആണ് ലാഗ് ചെയ്യുന്നത്. ആർക്ക് ബിഹൈൻഡിലാണ്? മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് 0 ആക്കിയപ്പോഴും ബി എന്തായില്ല? 0 ആയില്ല. പിന്നെ എച്ച് നമ്മൾ നെഗറ്റീവ് ആക്കേണ്ടി വന്നു ബി 0 ആവാൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി എച്ചിന്റെ ബാക്കിലാണ്. ബി എന്ത് ചെയ്യാണ്? ഈസ് ലാഗിങ് ബിഹൈൻഡ്. ലാഗിങ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിലാണ്. ലാഗിങ് ബിഹൈൻഡ് ഓഫ് ബി. ബി എന്ന് പറഞ്ഞാൽ ആരാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി മെറ്റീരിയൽ. ബിഹൈൻഡ് ദി മാഗ്നറ്റൈസിങ് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എച്ച്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് വിളിക്കുക. അപ്പോൾ ലാഗിങ് ബിഹൈൻഡ് ബി ഈസ് ലാഗിങ് ബിഹൈൻഡ് എച്ച്. ആ ലാഗിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് വിളിക്കുക. The magnetic field, അതായത് ബി ലെഫ്റ്റ് even after the magnetizing field is removed, അതായത് ബി ഉണ്ടാവും എപ്പോ? എച്ച് 0 ആകുമ്പോഴും there is some ബി. ആ ദൂരാണിത് ഒ ബി എന്നുള്ള. അതിനാണ് നമ്മൾ റീറ്റൻറ്റിവിറ്റി ഓർ റെമനൻസ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ ബി 0 ആക്കണം. അപ്പൊ എന്ത് ചെയ്യും? എച്ചിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കും. കണ്ടോ? റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡ് റിക്വയർഡ് ടു ഡീമാഗ്നറ്റൈസ് ദ സബ്സ്റ്റൻസ്, അതായത് എച്ചിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുകയാണ്. എന്തിന്? ബി 0 ആക്കാൻ. ആ എത്രയാണ് എച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ദൂരം കാണിക്കുന്നത്, ഒ സി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോ എർസിവിറ്റി എന്ന് വിളിക്കുക. ഇനി ആ ഗ്രാഫിനനുസരിച്ച്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഗ്രാഫാണല്ലോ ഇലാസ്റ്റിക് ഹിസ്റ്റെറിസിസ്, അല്ല മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. ആ ഗ്രാഫിനനുസരിച്ച് നമ്മൾ ഇവരെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, ഇലക്ട്രോ മാഗ്നറ്റിനെയും പെർമനന്റ് മാഗ്നറ്റിനെയും. Substances which retain their ferromagnetic property at room temperature. നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് ഒഴിവാക്കിയിട്ടും റൂം ടെമ്പറേച്ചറിൽ ചില വസ്തുക്കൾ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും, അതായത് മാഗ്നറ്റ് ആയി തന്നെ തുടരും. അത്തരം വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർമനന്റ് മാഗ്നറ്റ് എന്ന് വിളിക്കുക. ഹിസ്റ്റെറിസിസ് കർവ് നോക്കിയിട്ടാണ് ഇത്തരം വസ്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്തൊക്കെ ഉണ്ടാവണം? ഹൈ റീറ്റൻറ്റിവിറ്റി ആയിരിക്കണം, അല്ലെ? ഒ ബി എന്നത് ഹൈ ആയിരിക്കണം. അതായത് എച്ച് 0 ആകുമ്പോഴും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആകുമ്പോഴും വസ്തു മാഗ്നറ്റ് ആയിട്ട് നിൽക്കണം. മാഗ്നറ്റ് ഈസ് സ്ട്രോങ്. അപ്പോൾ ഹൈ റീറ്റൻറ്റിവിറ്റി ആയിരിക്കണം. ഹൈ കോഎർസിവിറ്റിയും ആയിരിക്കണം. എന്തിനാണ്? അങ്ങനെ ചെറിയൊരു റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും കൊടുത്താൽ വസ്തു എന്താവാൻ പാടില്ല? ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഈസ് നോട്ട് ലോസ്റ്റ് ബൈ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്സ്. ചുറ്റുമുള്ള വേറെ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒന്നും എഫക്റ്റ് കൊണ്ട് ഈ മാഗ്നറ്റിന്റെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഹൈ റീറ്റൻറ്റിവിറ്റി ആയിരിക്കണം, ഹൈ കോ എർസിവിറ്റിയും ആയിരിക്കണം. അത് രണ്ടും വലുതായാൽ തന്നെ നമുക്കറിയാം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ലൂപ്പ് ആയിരിക്കും അത്, ഹിസ്റ്റെറിസിസ് ലൂപ്പ് ആയിരിക്കും അത്. പെർമനന്റ് മാഗ്നറ്റിന്റെ എക്സാമ്പിൾ സ്റ്റീല്, അൽനിക്കോ, കൊബാൾട്ട് ഒക്കെ അത്തരത്തിലുള്ള ഒരു ഗ്രാഫാണ് കാണിക്കുക. ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഞാൻ പറഞ്ഞല്ലോ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു മാറ്റിയാൽ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകണം. അപ്പൊ എന്തായിരിക്കും? ലോ റീറ്റൻറ്റിവിറ്റി ആയിരിക്കും. ഹൈ പെർമിയബിലിറ്റി, അത് നമ്മൾ ആദ്യമേ ഫെറോമാഗ്നറ്റിക്കിന് കണ്ടു കഴിഞ്ഞതാണ്. നാരോ ആയിരിക്കണം, വേണ്ടേ? വൈഡ് ലൂപ്പ് ആവരുത്, നാരോ ലൂപ്പ് ആയിരിക്കണം. ബി എച്ച് ലൂപ്പ് ഏരിയ ഈസ് മിനിമം. സോ എന്താണ് ഈ ലൂപ്പ് ഏരിയ മിനിമം എന്ന് പറഞ്ഞാൽ? എനർജി നഷ്ടം, എനർജി ലിബറേറ്റഡ് ഈസ് ആസ് ഹീറ്റ് ഈസ് സ്മോൾ. ഇതാണ് നമ്മൾ സോഫ്റ്റ് അയണിന്റെ ഒക്കെ കേസിൽ ഇലക്ട്രിസിറ്റി സോഫ്റ്റ് അയണിലൂടെ പാസ് ചെയ്യുമ്പോൾ കമ്പിച്ചുരുൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കും, അടുത്ത ട്രാൻസ്ഫോമർ ഒക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സോഫ്റ്റ് അയൺ ഉപയോഗിച്ച് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? കറണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ആ സോഫ്റ്റ് അയൺ എന്തല്ലാണ്ടായിട്ട് മാറണം? മാഗ്നറ്റ് അല്ലാണ്ടായിട്ട് മാറണം. കറണ്ട് ഓൺ ചെയ്യുമ്പോൾ സോഫ്റ്റ് അയൺ എന്തായിട്ട് മാറണം? മാഗ്നറ്റ് ആയിട്ട് മാറണം. ആ സോഫ്റ്റ് അയണിലൂടെ ഒരുപാട് ഹീറ്റ് ആയിട്ട് എനർജി നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ലൂപ്പ് ഏരിയ എന്തായിരിക്കണം എന്ന് പറയുന്നത്? മിനിമം ആയിരിക്കണമെന്ന് പറയുന്നത്. ഇനി ഈ ചിത്രം ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഏതൊരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോഫ്റ്റ് അയണിന്റെ ലൂപ്പ് നാരോ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സ്റ്റീലിന്റെ ലൂപ്പ് വൈഡ് ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഏരിയ ഓഫ് ലൂപ്പ് ഫോർ അയൺ ഈസ് ലെസ് ദാൻ ഏരിയ ഓഫ് സ്റ്റീൽ. ഹിസ്റ്റെറിസിസ് ലോസ് ആർക്കാണ് കുറവുണ്ടാവുക? ഇൻ കേസ് ഓഫ് സ്റ്റീൽ ഹിസ്റ്റെറിസിസ് ലോസ് കൂടുതലുള്ളവർക്കായിരിക്കും. സ്റ്റീലിനായിരിക്കും, വൈഡ് ആണല്ലോ. ഹിസ്റ്റെറിസിസ് ലോസ് കുറവുള്ളവർക്കായിരിക്കും, സോഫ്റ്റ് അയണിനായിരിക്കും.
റീടെൻറ്റിവിറ്റി, ഈ ചിത്രം നോക്കി നമുക്ക് കാണാം. റീടെൻറ്റിവിറ്റി സോഫ്റ്റ് അയണിനേക്കാൾ കൂടുതലാണ് സ്റ്റീലിനേക്കാളും. കോഎർസിവിറ്റി ആർക്കാണ് കൂടുതൽ? സ്റ്റീലിനാണ് കൂടുതൽ സോഫ്റ്റ് അയണിനേക്കാളും. സോഫ്റ്റ് അയണിനെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ചെറുതായതുകൊണ്ട് തന്നെ ഈസിലി ഡീമാഗ്നറ്റൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് കമ്പി ചുരുളിലൂടെ കറണ്ട് ഓഫ് ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ് അയൺ എന്തല്ലാണ്ടായിട്ട് മാറും? മാഗ്നറ്റ് അല്ലാണ്ടായിട്ട് മാറും. ഇത്രയാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. താങ്ക് യു.